നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കേരള BJP ഘടകം തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. ഈ മാസം 3-ാം തീയതി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീ ശക്തി സംഗമത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരുന്നു. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ആ സ്ത്രീ സംഗമത്തെ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റി കേരളത്തിലെ പാർട്ടി ഘടകം. ആ സ്ത്രീ സംഗമത്തിന് മുന്നോടിയായി നടന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയും ഒപ്പം സുരേഷ് ഗോപിയും മാത്രമായിരുന്നു റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി എത്രമാത്രം കേന്ദ്ര നേതൃത്വത്തിന് പ്രിയങ്കരനാണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. സുരേഷ് ഗോപിക്ക് കേരളത്തിൽ പാർട്ടിയുടെ പ്രധാന ചുമതലകളൊന്നും തന്നെ ഇല്ല. എന്നിട്ടും സുരേഷ് ഗോപിയെ ആ റോഡ് ഷോയിൽ തന്റെ വാഹനത്തിൽ ക്ഷണിച്ചു കയറ്റുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. ആ ദൃശ്യങ്ങളും പിന്നീട് വൈറലാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സുരേഷ് ഗോപി എന്നുള്ള സൂചനകൾ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് പ്രധാനമന്ത്രി ആഗ്രഹിച്ചത്. അതുമാത്രവുമല്ല, തൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ വിവാഹ ക്ഷണക്കത്ത് ആദ്യമായി സുരേഷ് ഗോപി നൽകിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. മകൾക്കും ഭാര്യയ്ക്കും മകനുമൊപ്പം പ്രധാനമന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചാണ് ഇത് കുടുംബത്തിലെ കാരണവർക്കുള്ള ക്ഷണക്കത്ത് എന്ന പേരിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിലേക്ക് എത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 17-ാം തീയതി നടക്കുന്ന വിവാഹത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്ന് ഏറെക്കുറെ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. NSG അടക്കമുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഗുരുവായൂരിലെ സുരക്ഷാ പരിശോധനകൾ ഏറെക്കുറെ പൂർത്തിയാക്കിയതാണ് വിവരം. കേരള പോലീസിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് അനുകൂലമായ റിപ്പോർട്ടാണ് കേരള പോലീസ് നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഈ മാസം 17-ാം തീയതി പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിന് തലേദിവസം തന്നെ പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തും. ജനുവരി മാസം 16-ാം തീയതി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊച്ചിയിൽ ഉണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 16-ാം തീയതിയും 17-ാം തീയതിയും പ്രധാനമന്ത്രി കേരളത്തിലുണ്ടാകും. 16-ാം തീയതി കൊച്ചിയിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകും. ആ റോഡ് ഷോ വിജയകരമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പാർട്ടിയുടെ കേരള ഘടകം. അടുത്ത ദിവസം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയായിരിക്കും ആ വിവാഹ ചടങ്ങിലെ ഏറ്റവും ആകർഷണീയമായ വ്യക്തിത്വം. ആ വിവാഹ ചടങ്ങിന്റെ കാരണവരായി പ്രധാനമന്ത്രി എത്തണമെന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപിയും കുടുംബവും ആഗ്രഹിച്ചതാണ്. പ്രധാനമന്ത്രിയെ നേരിട്ട് വിവാഹം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നേരിട്ടെത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രിക്കൊപ്പം അമിത്ഷായും വിവാഹ ചടങ്ങിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ BJPയുടെ കേരള ഘടകം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സ്ത്രീ ശക്തി മോദിക്കൊപ്പമെന്ന പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയെയാണ്. അന്ന് പാർട്ടിയുടെ സംസ്ഥാനത്തെ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടും സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി തന്റെ വാഹനത്തിൽ കയറ്റിയിരുന്നു. അതുകൂടാതെ തന്നെ തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ സുരേഷ് ഗോപിക്ക് കൃത്യമായ ഇരിപ്പിടവും നൽകിയിരുന്നു. അതായത്
തനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് സുരേഷ് ഗോപി എന്ന് തൃശ്ശൂരിലെ തേക്കിൻകാട് എത്തിയ ജനങ്ങളോട് പറയാതെ പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് ഏറ്റവും അടുപ്പമുള്ള, അമിത്ഷായ്ക്ക് ഏറ്റവും അടുപ്പമുള്ള കേരളത്തിലെ നേതാക്കളിൽ ഒരാളായി സുരേഷ് ഗോപി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ അനൌദ്യോഗികമായി കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. തൃശ്ശൂർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് NDA സ്ഥാനാർത്ഥി എന്നതിൽ യാതൊരു മാറ്റവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം എത്രയും വേഗം ആരംഭിക്കാനുള്ള നിർദ്ദേശം സുരേഷ് ഗോപിക്ക് ലഭിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായെങ്കിൽ കൂടി ശക്തമായ പോരാട്ടമാണ് സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. 2,95,000 വോട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയിരുന്നു. 4,15,000 വോട്ട് നേടിയ കോൺഗ്രസിന്റെ TN പ്രതാപനാണ് കഴിഞ്ഞ വർഷം അവിടെ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത്. ഇത്തവണ സുരേഷ് ഗോപി 1,00,000 വോട്ടുകൾ അധികം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പോലും തർക്കമില്ല. അങ്ങനെ 1,00,000 വോട്ട് സുരേഷ് ഗോപി ഇത്തവണ അധികം പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ മത്സരമുണ്ടാകും. സുരേഷ് ഗോപിക്ക് വിജയസാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ പിടിച്ച 2,90,000 വോട്ട് 3,90,000 ആക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആ വോട്ടുകൾ സ്വാഭാവികമായും കുറയുക ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമായിരിക്കും. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അത്രത്തോളം വോട്ട് കുറയുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത ഏറെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പരമാവധി ശ്രമിക്കണമെന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് ഇതിനകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നരേന്ദ്രമോദി ഇനിയും എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കേന്ദ്ര മന്ത്രിമാരടക്കമുള്ള BJPയുടെ കേന്ദ്ര നേതൃത്വം ഒറ്റക്കെട്ടായി തൃശ്ശൂരിൽ പ്രചരണത്തിനിറങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ശക്തമായ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം CPIയിൽ നിന്ന് BS സുനിൽകുമാറും കോൺഗ്രസിൽ നിന്ന് TN പ്രതാപനുമായിരിക്കും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുക. NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും മത്സരരംഗത്ത് ഇറങ്ങുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് തൃശ്ശൂർ വേദിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിൽ നിർണായക സ്വാധീനമുള്ളത് ക്രൈസ്തവ വോട്ടുകൾക്കാണ്. ആ ക്രൈസ്തവ വോട്ടുകളെ BJPയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആ ക്രൈസ്തവ വോട്ടുകളിൽ 30% വോട്ടുകൾ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല BJP സ്ഥാനാർത്ഥിക്ക് വലിയ നിർണായക ഘടകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളെ BJPയോട് അടുപ്പിക്കുക എന്നുള്ളതാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ക്രൈസ്തവ വോട്ടുകളോടൊപ്പം സ്ത്രീ വോട്ടുകളെ പരമാവധി സമാഹരിക്കുക, ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. ക്രൈസ്തവ വോട്ടുകളും മറുഭാഗത്ത് സ്ത്രീ വോട്ടുകളും, ക്രൈസ്തവ വോട്ടുകൾ ഒരു പക്ഷത്തും മറുപക്ഷത്ത് സ്ത്രീ വോട്ടുകളും, ഈ 2 വോട്ടുകളും പരമാവധി സമാഹരിക്കാനായാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ, BJPയുടെ പ്രതീക്ഷ. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് BJP മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുള്ളത് ക്രൈസ്തവ വോട്ടുകൾക്കാണ്. ആ ക്രൈസ്തവ വോട്ടുകൾ ഏത് ചേരിയിലേക്ക് പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ജയവും പരാജയവും. അത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി പാഴാക്കാതെ BJPക്ക് ലഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലുള്ളൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം വോട്ടുകൾ ഏകീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകളാണ് BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ ഇക്കുറി BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ഒരിക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി താമര വിരിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി നടനുമായ സുരേഷ് ഗോപിയും BJPയുടെ കേരള ഘടകവും.